അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. അതായത് ഈ വിമാന അപകടത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി പൈലറ്റുമാരുടെ തലയിൽ വെച്ച് കെട്ടി അധികൃതർ കൈയൊഴിയുകയാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ അത്തരത്തിൽ ഉള്ള ആക്ഷേപങ്ങൾ അത് കുറച്ചുകൂടി അടിവരയിടുന്ന രീതിയിൽ പൈലറ്റുമാരുടെ സംഘടന പോലും രംഗത്തെത്തുന്ന നിലയിലേക്ക് എത്തി ഇപ്പോൾ സാഹചര്യങ്ങൾ. അതായത് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലെ ഒരു കുപ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. അതായത് ഒരു വിമാന അപകടം ഉണ്ടായാൽ പൈലറ്റ് ജീവനോടെ ഉണ്ടെങ്കിൽ അയാളെ അതിൽ വിചാരണ ചെയ്യുക, അയാൾ മരിച്ചു പോയെങ്കിൽ എല്ലാ കുറ്റവും അയാളുടെ തലയിൽ കെട്ടിവെക്കുക. ഇങ്ങനെ ഒരു കുപ്രസിദ്ധമായ ഒരു രീതി വ്യോമയാന മേഖലയിൽ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇവിടെയും സമാനമായ രീതിയിൽ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അധികൃതർ കൈയൊഴിയുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണവുമായിട്ടാണ് ഇപ്പോൾ പൈലറ്റുമാരുടെ സംഘടനയായ ALPA എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പൈലറ്റുമാർക്ക് വന്നിയൊരു പിഴവ് ആകാനുള്ള സാധ്യത തീരെ ഇല്ല എന്നാണ് ഈ സംഘടനയുടെ നിലപാട്. അല്ലെങ്കിൽ പൈലറ്റുമാരുടെ പിഴവല്ല, കൂടാതെ ടെക്നിക്കലായിട്ട് യന്ത്രഭാഗങ്ങൾക്ക് വന്ന ഗുരുതരമായ പിഴവ് അതാണ് ഈ അപകട കാരണം എന്നാണ് ഇവരുടെ പക്ഷം. ഇവർ ആവശ്യപ്പെടുന്നത് ഈ സംഘടനയെ ALPA എന്നാണ് ഈ സംഘടനയുടെ പേര്. ഈ ALPAയെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കണം. കുറഞ്ഞപക്ഷം ഈ അന്വേഷണത്തിൻ്റെ ഒരു നിരീക്ഷകരായിട്ടെങ്കിലും ഇവരെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. 2 അമേരിക്കൻ നിരീക്ഷകരും ഇവരുടെ ഈ ആവശ്യം അത് ന്യായമാണ് എന്ന തരത്തിൽ നിലപാടെടുക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ എങ്ങനെ ഈ പൈലറ്റുമാർ അടിസ്ഥാനപരമായി ചെയ്യുന്നൊരു കാര്യം 2 പൈലറ്റുമാർക്ക് എങ്ങനെ പിഴവ് വന്നു എന്നുള്ള ചോദ്യമാണ് ഏറെ പ്രസക്തമാകുന്നത്. അതായത് ഈ അപകട കാരണമായി 15 പേജുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വിമാനത്തിൻ്റെ ഫ്യുവൽ സ്വിച്ച് അഥവാ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ച് അത് വിമാനം പറക്കുന്ന സമയത്ത് റൺ എന്ന പൊസിഷനിലായിരിക്കണം. എന്നാൽ ഈ ടേക്ക് ഓഫ് കഴിഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് റണ്ണിൽ നിന്ന് ഇത് കട്ട് ഓഫ് എന്ന പൊസിഷനിലേക്ക് മാറി. തുടർന്ന് വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ഇത് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ അല്ലെങ്കിൽ മുഖ്യ പൈലറ്റ് ഉടനെ തന്നെ സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഇത് കട്ട് ഓഫ് ചെയ്തു? അപ്പോൾ സഹ പൈലറ്റ് മറുപടിയും കൊടുക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ക്യാപ്റ്റൻ അപ്പോൾ തന്നെ ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അല്ലെങ്കിൽ ഫ്യൂവൽ സ്വിച്ച് റൺ എന്ന മോഡിലേക്ക് മാറ്റി വിമാനം അതിൻ്റെ എൻജിൻ രണ്ടാമത് പ്രവർത്തനക്ഷമമാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം വിജയകരമായില്ല. ഇതിനെ തുടർന്നാണ് ആ വിമാനം തകർന്നു വീണത് എന്നുള്ള തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. അതായത് ഈ പൈലറ്റുമാർ ബോധപൂർവം വരുത്തിയ പിഴവാണോ അതോ ഈ ഫ്യുവൽ സ്വിച്ചിന് വന്ന തകരാറാണോ ഈ അപകട കാരണം എന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. നിലവിൽ ബോയിങ്ങും അതേപോലെ തന്നെ ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി, അത് അമേരിക്കയിലുള്ള ഒരു സംഘടനയാണ്. അതായത് ഈ വിമാന അപകടങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മറ്റൊക്കെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ഇടപെടലുകൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി. വിമാന അപകടങ്ങൾ ഉണ്ടായാൽ ഇവരും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്നതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. അപ്പോൾ ഈ ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിയും ബോയിങ്ങും ഇപ്പോൾ വിമാന കമ്പനികൾക്കും മറ്റുമായി ഒരു നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ ഫ്യുവൽ സ്വിച്ചിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് പൂർണ്ണമായും സുരക്ഷിതമാണ്. മറ്റു ബോയിങ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് സമാനമായ ഫ്യുവൽ സ്വിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട 787-8 സീരീസിൽപ്പെട്ട വിമാനത്തിലും ഉള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി പറയുന്നത്. പക്ഷേ ഇതേ ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി തന്നെ 2018 മറ്റൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. അതായത് ഈ പറയുന്ന ബോയിങ് എന്ന് പറയുന്ന വിമാനത്തിൻ്റെ ഫ്യൂവൽ സ്വിച്ചുകൾക്ക് അത് ലോക്കിംഗ് ഫെസിലിറ്റി, അതായത് റൺ എന്ന മോഡിലേക്ക് മാറ്റിയാൽ അത് അവിടെ തന്നെ ലോക്ക് ചെയ്യപ്പെടുക, പിന്നീട് ആ ലോക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ അത് കട്ട് ഓഫിലേക്ക് പോകുകയുള്ളൂ. അങ്ങനെ ഈ ലോക്കിംഗ് ഫെസിലിറ്റി ഉള്ള ഫ്യൂവൽ സ്വിച്ചുകൾ എല്ലാ വിമാനങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഉറപ്പൊന്നുമില്ല. ചില വിമാനങ്ങൾക്ക് അത് ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന തരത്തിലാണ് ഈ പറയുന്ന ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്യൂവൽ സ്വിച്ചുകൾ കൂടെ പരിശോധിക്കണം, അതിൻ്റെ അറ്റകുറ്റപ്പണി ഉറപ്പുവരുത്തണം, അത് തകരാറില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം 2018 കൊടുത്തിരുന്നു. എന്നാൽ ഇത് ഒരു കർശന സ്വഭാവമുള്ള നിർദ്ദേശം അല്ലാതിരുന്നതിനാൽ തന്നെ
അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന എയർ ഇന്ത്യയും ഈ ഇപ്പോൾ നടക്കുന്ന വിമാന അപകടത്തിൻ്റെ അന്വേഷണം നടത്തുന്ന എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മറ്റൊരു സാധ്യതയും വരുന്നത്. അതായത് ഈ ഫ്യുവൽ സ്വിച്ചിന് ഉണ്ടായ തകരാറാണോ ഈ അപകട കാരണം എന്ന തരത്തിലുള്ള സാധ്യതകൾ വന്നത്. അപ്പോഴാണ് ഇപ്പോൾ അതേ ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി തന്നെ പറയുന്നു ആ ഫ്യുവൽ സ്വിച്ചിന് തകരാർ ഉണ്ടായിട്ടുണ്ടാകില്ല, അത് സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വീണ്ടും ചോദ്യം ഉയരുകയാണ്, അങ്ങനെ ഫ്യുവൽ സ്വിച്ചിന് തകരാറില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ഫ്യുവൽ സ്വിച്ച് കട്ട് ഓഫ് ആയി? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പൈലറ്റുമാർക്ക് വന്നൊരു പിഴവിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുകയാണ്. ഒരു ഓർമ്മപ്പിശക് ഒന്നെങ്കിൽ ക്യാപ്റ്റനോ സഹ പൈലറ്റിനോ ഉണ്ടായി കാണണം. അതായത് രണ്ടുപേരും വളരെ പ്രാഗൽഭ്യമുള്ള, വളരെ പരിജ്ഞാനമുള്ള, വളരെ അനുഭവ സമ്പത്തുള്ള പൈലറ്റുമാരാണ്. അതായത് ക്യാപ്റ്റന് ഏതാണ്ട് 8300 മണിക്കൂറും സഹ പൈലറ്റിന് ഏതാണ്ട് 1100 മണിക്കൂറും വിമാനം പറത്തിയുള്ള അനുഭവ സമ്പത്തുള്ള രണ്ടുപേരാണ് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ഇത്രയും അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഈ രണ്ട് കാര്യങ്ങൾ, അത് ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് സംബന്ധിച്ചുള്ള പ്രാഥമികമായി ഓരോ പൈലറ്റും ചെയ്യുന്നതാണ്. അതിൽ എങ്ങനെ പിഴവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും അവ്യക്തതയുണ്ട്. ചില ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ക്യാപ്റ്റൻ ഏതോ ഒരു പൈലറ്റ് ബോധപൂർവം ചെയ്തതാണ്, അതായത് ആത്മഹത്യാ ശ്രമമാണ് ഇവിടെ നടന്നത്, ആത്മഹത്യാ ശ്രമത്തോടൊപ്പം തന്നെ ഒരു കൂട്ടക്കൊലയും അയാൾ ചെയ്തു എന്ന തരത്തിൽ ചില വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത നമ്മൾ ഈ ഘട്ടത്തിൽ തള്ളിക്കളയുകയാണ്. കാരണം അത്തരത്തിൽ ഏതെങ്കിലും മാനസിക സംഘർഷവുമായി ജീവിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ഒരു വിമാനത്തിൻ്റെ പൈലറ്റ് ആകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ പൈലറ്റ് സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ കൃത്യമായ ഇടവേളകളിൽ വൈദ്യ പരിശോധനകളും അത് സംബന്ധമായ മറ്റു പരിശോധനകളും എല്ലാം പൂർത്തിയാക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മാനസിക പ്രശ്നം, അത്തരത്തിലുള്ള അസ്വാസ്ഥ്യതകൾ ഉള്ളവരെ തീർച്ചയായിട്ടും അത്തരം പരിശോധനകളിൽ കണ്ടെത്തുകയും അവരെ ഈ കൃത്യമായ ഇടവേളകളിൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തുകയും അടക്കമുള്ള നടപടികൾ ഈ മേഖലയിൽ അതൊരു പ്രോട്ടോക്കോളാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാധ്യത വളരെ വിദൂരമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സാധ്യത തള്ളിക്കളയാനൊക്കില്ല. അതായത് പൈലറ്റിന് വന്ന ഒരു ഓർമ്മപ്പിശക്, അതായത് സാധാരണ എല്ലാവരും ഒരു റുട്ടീൻ പോലെ ഒരു കൃത്യമായി ചെയ്യുന്നതാണ്, വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് റണ്ണിലേക്ക് മാറ്റണം. പക്ഷേ ഇവിടെ അതിന് പകരം നേരെ തലതിരിഞ്ഞ് ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു. കാരണം ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് അതുവരെ ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് റൺ എന്ന പൊസിഷനിൽ തന്നെയായിരുന്നു, കാര്യങ്ങൾ കൃത്യമായിരുന്നു. പിന്നെ എപ്പോഴാണ് ഇത് മാറിയത്? അതായത് വിമാനം പറന്നുയർന്ന ആ ഒരു 3 സെക്കൻഡിനുള്ളിലാണ് ഈ സ്വിച്ച് അത് കട്ട് ഓഫ് ആകുന്നതും എഞ്ചിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ആ ചെറിയ സമയ ഇടവേളയിൽ ആ കോക്പിറ്റിനുള്ളിൽ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. ഈ വോയിസ് ഡാറ്റ റെക്കോർഡർ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട ഈ കോക്പിറ്റിനുള്ളിലെ 2 പൈലറ്റുമാരുടെ അടങ്ങുന്ന ശബ്ദ സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്തത് അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു സൂചനയും ആ വോയിസ് ഡാറ്റ റെക്കോർഡറിൽ ഉണ്ടായിട്ടില്ല. ആകെയുള്ള ഈ അപകടത്തിലേക്ക് കൃത്യമായ വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു സംഗതിയേ ഉള്ളൂ. അതായത് മുഖ്യ പൈലറ്റ് ക്യാപ്റ്റൻ സഹ പൈലറ്റിനോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് കട്ട് ഓഫ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അയാൾ മറുപടിയും പറയുന്നുണ്ട് ഞാനത് ചെയ്തിട്ടില്ല. ഇത് മാത്രമാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. ഈ സംഭാഷണത്തിന് ശേഷം ഉറപ്പായിട്ടും നമ്മൾ ചിന്തിക്കണം, ആ പൈലറ്റ് ആ വിമാനം പൂർവ്വസ്ഥിതിയിലാക്കാൻ നോക്കി. പക്ഷേ തൊട്ടടുത്ത വോയിസ് റെക്കോർഡിലുള്ളത് മെയ്ഡേ സന്ദേശമാണ്. അതായത് വിമാനം അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ് പൈലറ്റ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം കിംവദന്തികളോ അല്ലെങ്കിൽ നിഗമനങ്ങളിലോട്ടോ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ടിന് നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ അത് 4-5 മാസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും അത് സംഭവിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഈ അപകടത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് എത്താൻ സാധിക്കൂ.